പലരും ഈ സമയം നമ്മൾ സമയം BD സതീശന് കൊടുക്കുമൊന്നും വേണ്ട, സമയമുണ്ട്, നമുക്കുള്ള പോലെ അങ്ങേർക്കും സമയമുണ്ട്, സമയം എടുക്കാം. ബട്ട് ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇതുപോലത്തെ വളരെ ഓബ്വിയസ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് നമ്മൾ പഴയ UDF സർക്കാരുകളുമായിട്ട് തട്ടിച്ചു നോക്കും. പണ്ടൊക്കെ UDF സർക്കാർ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ഇപ്പോഴും പെരുമാറും. 102 സീറ്റൊന്നും വലിയ പ്രശ്നമില്ല. 110 സീറ്റുമായിട്ട് വന്ന കരുണാകരനെ ഒരു മാസത്തിനകം പറഞ്ഞു വിട്ട ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ, ഒറ്റ മാസം. അതുകൊണ്ട് 102 സീറ്റ് എനിക്ക് വലിയ കാര്യമാണ് അങ്ങനെയൊന്നും വിചാരിക്കുന്നത്. 102 കോൺഗ്രസ്സുകാർക്ക് വലിയ കാര്യമൊന്നുമല്ല. അവർ 102-ന് 110-ന് വലിച്ച് താഴെയിട്ട ആൾക്കാരാണ് വെറും ഒരു മാസം കൊണ്ട്. നോക്കണം, അതും ഹൈക്കോടതിയുടെ ചെറിയൊരു പരാമർശം വന്നു എന്ന് പറഞ്ഞു. കുറ്റക്കാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഏത് രാജൻ കേസ്. അതോടെ കരുണാകരനെ കൊണ്ട് രാജിവെപ്പിച്ചു. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ. കരുണാകരനെ രാജിവെക്കണമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കാരണം ഈ സാധനം കള്ളത്തരമാണ്, രാജനെ കൊന്നതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കരുണാകരനോട് നിതാന്തമായ ശത്രുത. കാരണം അടിയന്തരാവസ്ഥയിൽ ഞാൻ ജയിലിൽ പോയില്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരുപാട് പേര് ജയിലിൽ പോകുകയും തല്ലുകൊള്ളുകയൊക്കെ ചെയ്ത് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വൈരാഗ്യവും വാശിയും മനസ്സിലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡിസ്പാഷനേറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ അന്ന് കോൺഗ്രസ്സുകാർ കരുണാകരൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. പകരം കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ കൂടി തുള്ളിയിട്ട് പുള്ളിയെ താഴെ ഇറക്കി.